പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതിക്കുട്ടീനെയാണെങ്കിലും അമ്മച്ചിൻ്റെയും ഗ്രേസമ്മയുടെയും കൂടെ ഇരുത്തിയാണല്ലോ അവർ ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ രേവതിക്കുട്ടിക്കാണെങ്കിലും ആകെ സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഇങ്ങനെ സ്നേഹിക്കേണ്ടെന്ന് പറയട്ടെ. അപ്പോൾ ഗ്രേസമ്മ കുറച്ച് ദേഷ്യത്തിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, ആരാ നിന്നെ സ്നേഹിച്ചത്, നിന്നെ വഴക്ക് പറഞ്ഞല്ലേ എന്ന് പറയട്ടെ. അപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ പിന്നീട് മാമച്ചനാണെങ്കിലും രേവതിക്കുട്ടീനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, നീ 12 ചപ്പാത്തി കഴിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റ് പോയാൽ മതി കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിക്കാണെങ്കിൽ സന്തോഷം കൊണ്ടും ഒക്കെ സങ്കടം ആകെ വരികയാണ്. പിന്നീട് ചിന്നുമോളെയാണ് കാണിക്കുന്നത്. ചിന്നുമോൾ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അലീനേനെയും രേവതിക്കുട്ടീനെയും ഒക്കെയാണ് കേട്ടോ ചിന്നുമോൾക്ക് ഓർമ്മ വരുന്നത്. ചിന്നുമോളാണെങ്കിലും ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചിന്നുമോൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അതിലൂടെ രേവതിക്കുട്ടീനെ പോലെ ഒരു പെൺകുട്ടി അങ്ങ് നടന്നു പോകുന്നത് ചിന്നുമോൾ കാണുന്നത്. അപ്പോൾ രേവതിക്കുട്ടിയാണെന്ന് വിചാരിച്ച് ചിന്നുമോളാണെങ്കിലും ആ കുട്ടിയുടെ പിറകെ അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ആരും കാണുന്നില്ല, ചിന്നുമോൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. പിന്നീടാണ് അവിടെയുള്ള ചേച്ചി ചിന്നുമോൾ പോകുന്നത് കാണുന്നത്. അങ്ങനെ ചിന്നുമോളുടെ പിറകെ ഓടുന്നുണ്ടെങ്കിലും ചേച്ചിക്ക് ചിന്നുമോളെ പിടിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. ചിന്നുമോളെ എന്ന് വിളിച്ച് ഓടുന്നുണ്ട്. ചിന്നുമോളാണെങ്കിൽ ആ രേവതിക്കുട്ടീനെ പോലെയുള്ള പെൺകുട്ടി രേവതിക്കുട്ടിയാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പിറകെ പോവാണ് കേട്ടോ. അങ്ങനെ റോഡിലേക്കൊക്കെ എത്തുന്നുണ്ട്. അപ്പോഴേക്കും അവിടുത്തെ സിസ്റ്റർ ആണെങ്കിലും ഓടി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ടിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇത് എപ്പോഴാണ് പുറത്തിറങ്ങിപ്പോയേ എന്നിങ്ങനെ ഓർത്തുകൊണ്ട് അവിടെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. പിന്നീട് അപ്പോഴേക്കും ചിന്നുമോൾ റോഡിലെത്തിയിട്ടുണ്ടാവും. ചിന്നുമോളുടെ പിറകെ നടന്നിട്ട് ചേച്ചിക്കാണെങ്കിൽ എത്തുന്നില്ല കേട്ടോ. ചിന്നുമോളുടെ കയ്യിൽ ആ പാവയുണ്ട്. അങ്ങനെ വരുന്ന സമയത്താണ് ഒരു ലോറി വരുന്നത് കേട്ടോ. ആ ലോറി ആണെങ്കിലും ചിന്നുമോളെ കണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നുണ്ട്. കുട്ടിക്കൊന്നും പറ്റിയില്ല. എന്നിട്ട് വണ്ടി നിർത്തുന്ന സമയത്താണെങ്കിലും ആളുകളൊക്കെ ഇങ്ങനെ ഒന്നും പറ്റിയില്ല, കുട്ടിക്കൊന്നും പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവരും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് ചിന്നുമോളാണെങ്കിലും ആ ലോറിയിൽ ഉണ്ടായിരുന്നവരോട് ചോദിക്കുന്നുണ്ട്, എന്നെ കൂടെ കൊണ്ടുപോകുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും ചേച്ചിയാണെങ്കിലും ചിന്നുമോളെ എടുത്തിട്ട് ആശ്വസിപ്പിച്ച് തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ സിസ്റ്റർ ആണെങ്കിലും ചോദിക്കുന്നുണ്ട്, എവിടെ വരെ പോയി എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ റോഡ് വരെ പോയി എന്ന് ആ ചേച്ചി പറയുകയും ചെയ്യാണ്. പിന്നെ സിസ്റ്റർ ചിന്നുമോളെ എടുത്ത് അകത്തേക്ക് പോവാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഗ്രേസമ്മയുടെ ഫോണിലേക്ക് അലീന വിളിക്കുന്നുണ്ട്. അലീന വിളിച്ചിട്ട് ചോദിക്കും, പാലാരിവട്ടത്തെ മാമച്ചൻ സാറിൻ്റെ വീടല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ആരാ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അലീനയാണെന്ന് പറയും കേട്ടോ. രേവതിക്കുട്ടീനെ അവിടെ കൊണ്ടാക്കിയെന്ന് പറയുമ്പോൾ ആ മനസ്സിലായി എന്ന് പറയും. അപ്പോൾ ഗ്രേസമ്മയാണെങ്കിലും പിന്നീട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് ഇതുവരെ ഫോണൊന്നും ഇല്ലായിരുന്നോ, നിന്നെ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചിരുന്നല്ലോ, കിട്ടുന്നുണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പോൾ ഇത് റീചാർജ് കഴിഞ്ഞ് കട്ടായി പോയതായിരുന്നു, എനിക്കതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയും കേട്ടോ. ഇന്നലെയാണ് റീചാർജ് ചെയ്തതെന്ന് പറയൂ കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടീനെ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. പിന്നെ അത് മാത്രമല്ല, രേവതിക്കുട്ടീനെ ഇഷ്ടമില്ലാതെയാണല്ലോ ഗ്രേസമ്മ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അവളിവിടെ എന്തായാലും പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നൊക്കെ ഗ്രേസമ്മ പറയുകയാണ്. അവൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് അലീനയുടെ വിശേഷം ചോദിക്കുകയാണ് കേട്ടോ. നിനക്ക് അവിടെ എങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയും, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ എല്ലാവരും നല്ല ആൾക്കാരാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മുത്തശ്ശി ശ്രദ്ധിക്കുന്നുണ്ട് അലീനയുടെ സംസാരം. മുത്തശ്ശിക്കാണെങ്കിലും അലീന പറയുന്നതൊക്കെ കേട്ട് നല്ല സന്തോഷമാവുന്നുണ്ട്. പിന്നീട് അലീന പറയുന്നുണ്ടായിരുന്നു, രേവതിക്കുട്ടി ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്നില്ല, അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയുമ്പോൾ ഗ്രേസമ്മ പറയും, അതിനൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ട്, പിന്നെ അവളെ ജോലി എടുക്കാൻ വേണ്ടി മാത്രമല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്, ഞങ്ങൾക്കൊരു കൂട്ടിന് വേണ്ടിയിട്ടാണ് എന്ന് പറയും കേട്ടോ. പിന്നീട് അപ്പോഴേക്കും അതുപോലെ തന്നെ രേവതിക്കുട്ടി അങ്ങോട്ട് വരുമ്പോൾ രേവതിക്കുട്ടിയുടെ കയ്യിലേക്ക് അങ്ങ് ഫോൺ കൊടുക്കുകയാണ് കേട്ടോ. രേവതിക്കുട്ടി അപ്പം തന്നെ ചോദിക്കുന്നുണ്ട് ആരാന്ന് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ പറയും, ആരാന്ന് എടുത്ത് നോക്കുക എന്ന് പറയും. അങ്ങനെ അവർ സംസാരിക്കുകയാണ്. അപ്പോൾ ഹലോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഇത് ഞാനാണ് അലീന എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷം, അങ്ങനെ ചിരിച്ച് തുള്ളിച്ചാടുകയാണ്. അപ്പോൾ ഗ്രേസമ്മ തറപ്പിച്ചൊരു നോട്ടം നോക്കൂ കേട്ടോ. അപ്പോൾ സോറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാണിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ രേവതിക്കുട്ടിയുടെ വിശേഷങ്ങളാണ് അലീന ചോദിക്കുന്നത്. മോളെ നിനക്ക് അവിടെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കിവിടെ സ്വർഗ്ഗമാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഗ്രേസമ്മയ്ക്കാണെങ്കിലും ആകെ വിഷമവും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നീട് അത് മാത്രമല്ല, രേവതിക്കുട്ടിയാണെങ്കിലും അലീനയോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇവിടുത്തെ വേലക്കാരിയൊന്നല്ല, ഈ വീട്ടിലെ ആരൊക്കെയോ ആണ്, എന്താണെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ അലീനയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നീട് ഗ്രേസമ്മ പറയാണ്, നിൻ്റെ വിശേഷം മാത്രം പറയാതെ അവളുടെ വിശേഷം കൂടി ചോദിക്കുകയെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് ഗ്രേസമ്മ അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് അവിടെ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയും കുഴപ്പമൊന്നുമില്ല. പിന്നീട് അലീന കുറേ ഉപദേശങ്ങൾ രേവതിക്കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്. അവർ നമ്മളെ എങ്ങനെയാണ് കാണുന്നത്, അതുപോലെ തന്നെ അങ്ങോട്ട് നിൽക്കണം, പ്രായമായവരല്ലേ എന്നൊക്കെ പറയുകയാണ്, നമ്മളല്ലേ നോക്കാനുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയും പറയുന്നുണ്ടായിരുന്നു, ഞാൻ അവരോടും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്,
എൻ്റെ പപ്പയും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് അവരും എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് അലീന പറയുകയാണ് കുറേ സമയം സംസാരിക്കേണ്ട, നമ്മുടെ ഫോണൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ കോളൊക്കെ കട്ട് ചെയ്യാണ് കേട്ടോ. എന്തായാലും രേവതിക്കുട്ടിക്കും അലീനയ്ക്കും ഭയങ്കര സന്തോഷമായി. പിന്നീട് കോൾ കട്ട് ചെയ്തിട്ടും ഇങ്ങനെ രേവതിക്കുട്ടി ഫോണിൽ ഒരു ഉമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക്. അതിനുശേഷം പിന്നീട് ഗ്രേസമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊണ്ട് കൊടുക്കുകയാണ്. ആ സമയത്ത് ഗ്രേസമ്മ രേവതിക്കുട്ടീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എൻ്റെ കുറ്റമൊക്കെ അവളോട് പറഞ്ഞു കഴിഞ്ഞോ എന്ന് ചോദിക്കട്ടോ. അതിന് ഞാൻ കൊച്ചമ്മയുടെ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ, എന്നാൽ പിന്നെ പറയാൻ മാറ്റി വെച്ചിരിക്കുകയായിരിക്കുമല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഞാനതിന് കൊച്ചമ്മയുടെ കുറ്റമൊന്നും പറഞ്ഞില്ല, എനിക്ക് എൻ്റെ പപ്പയും മമ്മിയും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കൊച്ചമ്മ എന്ന് പറയുമ്പോൾ കൊച്ചമ്മയെ വിളി ഗ്രേസമ്മയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ആണല്ലോ, എന്നാൽ പിന്നെ ഇനി മുതൽ എന്നെ കൊച്ചമ്മയെന്ന് വിളിക്കരുത്, ആൻറ്റി എന്ന് വിളിച്ചാൽ മതി, മാമച്ചായ എന്നെ അങ്കിൾ എന്ന് വിളിച്ചാലും മതി, നിൻ്റെ അലീന ചേച്ചിയുടെ കൊച്ചമ്മയെ വിളി ഞാൻ നിർത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അത് ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് ഗ്രേസമ്മയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. രേവതിക്കുട്ടീനെ ഒരു മകളെപ്പോലെയാണ് അവർ കാണുന്നത് എന്നറിഞ്ഞ് ആ ഒരു ഇതിലായിരിക്കാം അങ്ങനെ രേവതിക്കുട്ടിയാണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഹരീനെയാണ്. ഹരിയാണെങ്കിൽ ഒരു പെൺകുട്ടീനെ കോളേജിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടുപേരും കൂടെ കോഫി എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്കാണെങ്കിലും ആരെങ്കിലും അറിയുന്ന ആരെങ്കിലും കാണോ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഹരീനോട് പറയുന്ന സമയത്ത്, അല്ലെങ്കിലും നമ്മൾ കോളേജിൽ നിന്ന് 12 കിലോമീറ്റർ ഇപ്പുറത്താണ് വന്നിട്ടുള്ളത്, ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇനിയിപ്പോൾ അറിയുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കോഫി കുടിക്കാൻ വന്നാണെന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നൊക്കെ ഇങ്ങനെ ആ പെൺകുട്ടീനോട് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ കോളനിയിലുള്ളവരാണ്, അപ്പോൾ കൈതക്കൽ മാളിയേക്കൽ വീട്ടിൽ ഒരു പയ്യനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ആർക്കും അങ്ങ് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഹരിക്കാണെങ്കിലും ആ പെൺകുട്ടീനെ എങ്ങനെയെങ്കിലും വളച്ചെടുക്കണം, അതിന് കുറേ പഞ്ചാര വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവർ കോഫിയൊക്കെ കുടിച്ച് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ റോഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിലൂടെ ഒരാൾ ഇങ്ങനെ അവരെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പോകും കേട്ടോ. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ അയാൾ ചിരിച്ചുകൊണ്ട് പോയത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഹരി പറയും, ഇവിടെ പ്രേമം തലക്കി പിടിച്ച നമ്മളെപ്പോലെയുള്ളവർ തന്നെയാണ് വരാറുള്ളത്, നീ അതൊന്നും കാര്യമാക്കേണ്ടെന്ന് പറയട്ടോ. ഓരോരുത്തർ ടൂറൊക്കെ പോകുന്നു, എന്നാൽ പിന്നെ നമുക്കൊരു ടൂർ പോയാലോ എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ ഹരിക്ക് അത് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ ഹരി പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല, ഞാൻ നിൻ്റെ അനുവാദം ഇല്ലാതെ നിൻ്റെ കയ്യിൽ പോലും തൊടാറില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സങ്കടമൊക്കെ ഭാവിക്കുന്നുണ്ട്. അപ്പോൾ പെൺകുട്ടി പറയുകയാണ്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവരങ്ങ് നടക്കുകയാണ് കേട്ടോ. അതിനുശേഷം കമലയാണെങ്കിൽ വൈജയന്തിനെ വിളിക്കുന്നുണ്ടായിരുന്നു. നീ വീട്ടിലാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ വീട്ടിലാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ശിവേട്ടൻ ഇന്നലെ വിളിച്ചപ്പോൾ നിൻ്റെയും അതുപോലെ തന്നെ മക്കളുടെയും ഒക്കെ അമ്മയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്ന് പറയും കേട്ടോ. അപ്പോൾ ശിവേട്ടൻ അവിടെ എങ്ങനെ സുഖമാണോ എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി ചോദിക്കുന്ന സമയത്ത് ശിവേട്ടൻ അവിടെ എന്താ കുഴപ്പം, ജോലി ചെയ്യുന്നു, ശമ്പളം വാങ്ങിക്കുന്നു, നമ്മളല്ലേ കുടുംബകാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ ബാലേന്ദ്രൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. രാവിലെ ജ്വല്ലറിയിലേക്ക് പോവും, പിന്നെ ടെക്സ്റ്റൈൽസിലേക്ക് പോവും, അത് കഴിഞ്ഞ് ഹാർഡ്വെയർസിലേക്ക് പോവും എന്ന് പറയും കേട്ടോ. അപ്പോൾ നീയും അങ്ങനെ തന്നെയല്ലേ, വൈകിട്ട് വരെ ബാങ്കിലല്ലേ, പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ മൊബൈൽ നോക്കിയിരിക്കാമല്ലോ എന്ന് പറയും കേട്ടോ. അത് വൈജയന്തിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരെ നോക്കുന്നു എന്നാണ് നീ വിചാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിനവിടെ അലീന ഇല്ലേന്ന് ഇങ്ങനെ കമല ചോദിക്കുമ്പോൾ അത് ശരിയാണ്, അവൾ മക്കളുടെ കാര്യവും എല്ലാ കാര്യവും നന്നായിട്ട് തന്നെ നോക്കിക്കോളും, അതുകൊണ്ടല്ലേ ഞാൻ അവളെ പറഞ്ഞു വിടാതെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്, പിന്നെ അവൾ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കമല വൈജയന്തിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ അമ്മയ്ക്കും അവളെ ഭയങ്കര കാര്യമാണല്ലോ എന്ന് പറയും. അപ്പോൾ വൈജയന്തി കമലനോട് പറയാണ്, അവളുടെ ഹെൽമെറ്റാണ് ഇപ്പോൾ അമ്മ എന്നിങ്ങനെ പറയും. നിനക്കൊരു അബദ്ധം പറ്റിയെന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്നിങ്ങനെ കമല പറയും. എന്നിട്ട് മോതിരത്തിൻ്റെ കാര്യം ചോദിക്കുകയാണ് കേട്ടോ. ആ അലീനേനെ നീ കുറേ സംശയിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ സംശയം എനിക്കിപ്പോഴും ഉണ്ടെന്ന് വൈജയന്തി കമലേനോട് പറയുകയാണ്. അപ്പോൾ നിൻ്റെ പേഴ്സിൽ നിന്ന് തന്നെയല്ലേ അത് കിട്ടിയതെന്ന് കമല ചോദിക്കുന്നുണ്ട്. അവളാണോ ആ പേഴ്സിൽ ആ മോതിരം കൊണ്ടുവച്ചതെന്നുള്ള സംശയമാണ് എനിക്കുള്ളത്, അതെന്തായാലും ഞാൻ തന്നെ കണ്ടുപിടിക്കുമെന്ന് ഇങ്ങനെ വൈജയന്തി പറയുകയാണ്. പിന്നീട് കമലയാണെങ്കിലും വൈജയന്തിനോട് പറയുന്നുണ്ടായിരുന്നു, സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങുമെന്ന് പറയും. ആ സമയത്ത് വൈജയന്തി കമലിനോട് പറയുകയാണ്, സമയമില്ല എന്നതാണ് സത്യം എന്ന് പറയും. എന്നാൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തായാലും കോള് കട്ട് ചെയ്യാണ് കേട്ടോ. പിന്നീട് വൈജയന്തി ബാങ്കിലാണ്. അപ്പോൾ ആ സമയത്ത് എന്തോ ഫയൽസ് നോക്കുമ്പോൾ ഒരു സാർ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാളോട് ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നും വൈഫുമായിട്ട് വഴക്കിട്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിനാണ് വഴക്കിടാനാണല്ലോ ഞങ്ങൾ കല്യാണം കഴിച്ചതെന്ന് പറയും കേട്ടോ. പിന്നീട് അയാളുടെ കുറച്ച് കഥകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ദൈവം ഒരു തമാശക്കാരനാണ്, ആരോടും അടുക്കാത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവളെ ആരുടെ കൂടെ പറഞ്ഞയക്കും എന്നിങ്ങനെ ദൈവം ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഞാനൊരു മൂലയ്ക്ക് നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ എന്നെക്കൊണ്ട് ആർക്കും ഒരു ശല്യമില്ല, എന്നാൽ പിന്നെ എൻ്റെ കൂടെ പോട്ടെ എന്ന് വിചാരിച്ചു, അങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഇഷ്ടത്തിലായി എന്ന് പറയുകയാണ്. സത്യം പറഞ്ഞ വൈജയന്തി മാഡത്തിനെ പോലെയുള്ള ഒരു പെൺകുട്ടീനെയാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നൊക്കെ പറഞ്ഞ് വൈജയന്തിനെ കുറേ പൊക്കിയൊക്കെ അങ്ങ് പറയുന്നുണ്ട് കേട്ടോ. വൈജയന്തി ആ സമയത്ത് പറയുന്നുണ്ട്, ഞാൻ അത്ര മിടുക്കിയൊന്നും അല്ലാന്ന്, അത് എന്നും കാണുന്നവർക്കല്ലേ മനസ്സിലാവുള്ളൂ, വൈജയന്തി മാഡത്തിനെ പോലെ ഏബിളും നോബിളും ആയിട്ടുള്ള ഒരാളെയാണ് ഞാൻ ആഗ്രഹിച്ചതെന്ന് പറയുമ്പോൾ വൈജയന്തിക്കാണെങ്കിലും അയാൾ പറയുന്നത് കേട്ട് ഭയങ്കര സന്തോഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ സന്തോഷത്തിൽ പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് നാളത്തെ പ്രമോയാണ് കാണിക്കുന്നത്.